ത്രില്ലേഴ്സ് മൂവി റീക്യാപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 2014 റിലീസ് ചെയ്യപ്പെട്ട ഒരു ഐറിഷ് ഫിലിമിന്റെ സ്റ്റോറിയാണ്. ഐറിഷ് ഫിലിം എന്ന് പറയുമ്പോൾ അയർലാൻഡ് എന്ന രാജ്യക്കാരാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഞാനൊരു ഐറിഷ് ഫിലിമിന്റെ അയർലാൻഡിൽ നിന്നുള്ളൊരു സിനിമയുടെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഞാൻ അധികം ഇവരുടെ അയർലാൻഡുകാരുടെ സിനിമ അധികം കണ്ടിട്ടില്ല. ഇത് ഈ ഒരു സിനിമ രണ്ടാമത്തെ ഒരു സിനിമയാണ് ഞാൻ കാണുന്നത്. ഇതിനു മുമ്പ് ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഒരു കോമഡി ഫിലിം കണ്ടിരുന്നു. ഈ ഒരു ഐറിഷ് ഫിലിമിന്റെ പേര് ഫ്രം ദ ഡാർക്ക് എന്നാണ്. ഇതൊരു ഹൊറർ ഫിലിമാണ്. ഒരു കപ്പിൾസ് ഭാര്യയും ഭർത്താവും കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു രാത്രിയിൽ അയർലാൻഡിലെ ഒരു ഗ്രാമപ്രദേശത്ത് എത്തുമ്പോൾ അവരുടെ കാർ സ്റ്റക്കാവുന്നു. തുടർന്നുണ്ടാവുന്ന സസ്പെൻസ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഈ സിനിമയിലുള്ളത്. ഹൊററാണ്. അപ്പോൾ ഞാൻ ഈ സിനിമയുടെ സ്റ്റോറി പറഞ്ഞു തുടങ്ങുകയാണ്. സ്പോയിലർ ഉണ്ടായിരിക്കും. വാച്ച് ഔട്ട് ആൻഡ് ടേക്ക് കെയർ. ചിത്രത്തിന്റെ തുടക്കത്തിൽ ഒരു വൃദ്ധനായ ഫാർമർ കുഴി കുഴിക്കുന്നത് കാണിക്കുന്നു. അയാൾ കുഴി കുഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വുഡ് ബോക്സിന്റെ പീസ് അടിയിൽ നിന്ന് കിട്ടുന്നു. എന്താണ് അതിനുള്ളിൽ എന്ന് അയാൾ താഴേക്ക് നോക്കിയപ്പോൾ എന്തോ അസ്വാഭാവികമായ, വിചിത്രമായ എന്തൊരു സംഭവം അയാൾ കാണുന്നു. അത് ക്ലിയറായി കാണുന്നതിന് വേണ്ടി അയാൾ ടോർച്ചെടുത്ത് വരുന്നു. ടോർച്ചടിച്ച് വ്യക്തമായി നോക്കുന്നതിന് വേണ്ടി. ആ നോക്കുന്ന സമയത്ത് എന്തൊരു അജ്ഞാത ജീവി അയാൾ ആക്രമിക്കുന്നു. അയാൾ ഒരു വിധത്തിൽ ആ ജീവിയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുന്നുവെങ്കിലും അയാളുടെ ശരീരത്തിൽ ആ ജീവിയിൽ നിന്ന് മുറിവേറ്റിട്ടുണ്ട്. ശേഷം കാണിക്കുന്നത് ഇന്നേ ദിവസം തന്നെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് നടന്ന ചില സംഭവങ്ങളാണ്. രണ്ടുപേർ കാറിൽ വന്നുകൊണ്ടിരിക്കുന്നു. അവർ ഭാര്യയും ഭർത്താവുമാണ്, ദമ്പതികളാണ്. ഭർത്താവിൻ്റെ പേര് മാർക്ക് എന്നാണ്, ഭാര്യയുടെ പേര് സാറ എന്നാണ്. കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം അവരിപ്പോൾ അയർലാൻഡിലെ ഒരു ഗ്രാമപ്രദേശത്തിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ വെച്ച് അവരുടെ കാറിന്റെ ടയർ ചെളിയിൽ പൂഴ്ന്നു പോകുന്നു. അവരെത്ര ശ്രമിച്ചിട്ടും അത് ടയർ ശരിയാക്കിയെടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അങ്ങനെ മാർക്ക് സാറയെ അവിടെ നിർത്തി അടുത്ത ആരുടെയെങ്കിലും വീടുണ്ടോ എന്ന് അന്വേഷിക്കാൻ പോകുന്നു, ഒരു സഹായത്തിന് വേണ്ടി. കുറച്ചു ദൂരം നടന്നപ്പോൾ മാർക്ക് അവിടെ ഒരു വലിയ ഫാം ഹൗസ് കാണുന്നു. അവൻ അവിടെയുള്ള വാതിലിന്റെ മുകളിൽ ഒരുപാട് മുട്ടി നോക്കിയെങ്കിലും ആരുടെയും ഒരു പ്രതികരണം ഉണ്ടായില്ല. തുടർന്ന് മാർക്ക് ആ ഫാം ഹൗസിന്റെ ഉള്ളിലേക്ക് കടക്കുന്നു. അവിടേക്ക് തിരക്കി നോക്കിയെങ്കിലും അവിടെയൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അവസാനം അതിന്റെ ഉള്ളിൽ വെച്ച് ഒരു മനുഷ്യനെ അവൻ കണ്ടുമുട്ടുന്നു. അയാൾ ഈ ചിത്രത്തിന്റെ തുടക്കത്തിൽ കാണിച്ച ആ ഫാർമറായ വൃദ്ധനാണ്. ആ ജീവിയുടെ ആക്രമണത്തിൽപ്പെട്ട് ആ വൃദ്ധനെ കഴുത്തിന് കാര്യമായി പരിക്കേറ്റിട്ടുണ്ട്. ഇത് കണ്ട മാർക്ക് അയാളെ സഹായിക്കുന്നതിന് വേണ്ടി തിരിച്ച് സാറയുടെ അടുത്തെത്തി അവളോട് കാര്യം പറഞ്ഞ് വീണ്ടും ഈ ഫാം ഹൗസിലേക്ക് തന്നെ തിരിച്ചു വന്ന് അവിടേക്ക് അയാൾക്ക് വേണ്ടി അവരവിടേക്ക് നോക്കിയെങ്കിലും ആ സ്ഥലത്തൊന്നും അയാൾ ഉണ്ടായിരുന്നില്ല. അയാളെ കാണുന്നില്ല. അയാൾക്ക് വേണ്ടി അവർ രണ്ടുപേരും തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഭീകര ശബ്ദത്തോടെ എന്തോ അവരുടെ മുന്നിലൂടെ മുകളിലേക്ക് കയറി പോകുന്ന അവർ കാണുന്നു. അത് എന്താണ് എന്ന് നോക്കുന്നതിന് വേണ്ടി അവർ രണ്ടുപേരും മുകളിലേക്ക് പോയി നോക്കുന്നു. അവിടെ വെച്ച് ആ വൃദ്ധൻ മാർക്കിനെ ആക്രമിക്കുന്നു. ആ അജ്ഞാത ജീവിയിൽ നിന്നും ആക്രമണം ഏറ്റതിനു ശേഷം ആ വൃദ്ധൻ ഇപ്പോൾ ഒരു ഭീകര സത്വമായി മാറിക്കഴിഞ്ഞിരുന്നു. വൃദ്ധൻ മാർക്കിനെ ആക്രമിച്ച് കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു. ഈ ഒരു സമയത്ത് സാറ അവളുടെ കയ്യിലുള്ള ടോർച്ചെടുത്ത് ആ വൃദ്ധന്റെ മുഖത്തേക്ക് അടിച്ചപ്പോൾ ആ വെളിച്ചം വൃദ്ധന് പറ്റുന്നില്ല. അങ്ങനെ അയാൾ അവിടെ നിന്ന് താഴേക്കെടുത്ത് ചാടുന്നു. ഈ സംഭവത്തിൽ എന്തോ കാര്യമായിട്ട് അപാകതയുണ്ട് എന്ന് മനസ്സിലാക്കിയ സാറയും മാർക്കും അവിടെ നിന്ന് എത്രയും വേഗം രക്ഷപ്പെടാനായി അവിടെ നിന്ന് പുറത്തെടുക്കുന്നു. അവർ രണ്ടുപേരും അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ അജ്ഞാത ജീവി മാർക്കിനെ പിടിക്കുന്നു. ഒരു വിധത്തിൽ മാർക്ക് ആ ജീവിയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുന്നു. തുടർന്ന് മാർക്കും സാറയും ആ ജീവിയെ പേടിച്ച് ഒരു സ്ഥലത്ത് ഒളിഞ്ഞിരിക്കുന്നു. ഈ ഒരു സമയത്ത് ആ ജീവിയെ കാണിക്കുന്നുണ്ട്. ആ ജീവി അവിടെ നിന്ന് വന്ന് ആ വെള്ളത്തിൽ നിന്ന് പുറത്ത് കടന്നതിന് ശേഷം അവരെ മാർക്കിനെയും സാറയെയും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപകടം മനസ്സിലാക്കിയ സാറയും മാർക്കും കൂടി അവിടെ നിന്ന് ഓടിപ്പോയി മറ്റൊരു വീടിൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്നു. ആ വീടിൻ്റെ ഡോറ് അടയ്ക്കാൻ ശ്രമിച്ചുവെങ്കിലും ആ ജീവി അവരെ പിന്തുടർന്നു വന്ന് അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്നു. തുടർന്ന് അവർ രണ്ടുപേരും ആ ജീവിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ മാർക്കിനെ ആ ജീവി വീണ്ടും പിടികൂടുന്നു. ആ ജീവിയുടെ ആക്രമണത്തിൽപ്പെട്ട് മാർക്കിൻ്റെ കാലിന് കാര്യമായി മുറിവേൽക്കുന്നു. സാറ ഒരു ടവൽ കൊണ്ട് അവൻ്റെ കാലിൻ്റെ മുകളിലേറ്റിട്ടുള്ള മുറിയിൽ വെച്ച് കെട്ടുന്നു. അവർ രണ്ടുപേരും മനസ്സിലാക്കുന്നു ആ ജീവിക്ക് വെളിച്ചം പ്രശ്നമാണ്. വെളിച്ചമുള്ള സ്ഥലത്തേക്ക് ആ ജീവി ആക്രമിക്കുന്നതിന് വേണ്ടി വരില്ല. ഇരുട്ടുള്ള സ്ഥലത്ത് ഉള്ളപ്പോൾ മാത്രമാണ് ആ ജീവി ആക്രമിക്കുന്നത്. അത് രണ്ടുപേരും തിരിച്ചറിയുന്നു. ഇപ്പോൾ ഇവരുടെ കയ്യിൽ ലൈറ്റ് ഉണ്ട്, അതുകൊണ്ട് ഇവരുടെ അടുത്തേക്ക് വരാൻ ആ ജീവിക്ക് പറ്റില്ല. ഇപ്പോൾ ആ ജീവി പുറത്ത് ഇവരെയും നോക്കി ഇവരെയും ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. സമയം കഴിയുന്തോറും മാർക്കിന്റെ നില ഗുരുതരമായി മാറിക്കൊണ്ടിരിക്കുന്നു.
അങ്ങനെ സാറയ്ക്കൊരു ഐഡിയ തോന്നുന്നു. അവിടെ കുറച്ച് അകലെയായി കിടക്കുന്ന ഒരു ട്രാക്ടർ അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നു. അവൾ ആ ട്രാക്ടറിന്റെ അടുത്തേക്ക് എത്തുന്നു. ട്രാക്ടറിന്റെ ഉള്ളിൽ കയറി അത് സ്റ്റാർട്ടാക്കാൻ നോക്കുന്ന സമയത്ത് ആ ഫാർമർ വൃദ്ധൻ, അയാളിപ്പോൾ ഒരു സത്വമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അയാൾ സാറയെ ആക്രമിക്കുന്നു. അവൾ കയ്യിൽ കിട്ടിയ ഒരു സ്പാനർ ഉപയോഗിച്ച് ആ വൃദ്ധന്റെ കണ്ണിലേക്ക് കുത്തുന്നു. അപ്പോൾ ആ വൃദ്ധൻ ട്രാക്ടറിൽ നിന്ന് പുറത്തേക്ക് കടന്ന് ഓടിപ്പോകുന്നു. ഈ ഒരു സമയത്ത് സാറ ട്രാക്ടർ സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ ട്രാക്ടറിന്റെ എല്ലാ ലൈറ്റുകളും ഓണാവുന്നു. അതിൽ നിന്നുള്ള പ്രകാശം ആ വൃദ്ധന്റെ ശരീരത്തിലേക്ക് തട്ടിയപ്പോൾ ആ വൃദ്ധൻ ചാരമായി മാറുന്നു, കത്തിക്കരിഞ്ഞു പോകുന്നു. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ അജ്ഞാത ജീവി ഒരു വാമ്പയറാണ്. വാമ്പയറുകൾക്ക് പ്രകാശത്തിൽ അതിജീവിക്കാൻ സാധിക്കില്ല. അവരുടെ ശരീരത്തിൽ തീവ്രമായി പ്രകാശം ഏറ്റു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ശരീരം കത്തിക്കരിഞ്ഞു പോകും. ആ വാമ്പയറിന്റെ കടിയേൽക്കുന്ന അല്ലെങ്കിൽ ആ വാമ്പയറിന്റെ നഖം കൊണ്ട് മുറിവേൽക്കുന്ന മനുഷ്യന്മാരും ഒരു നിശ്ചിത സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാമ്പയറായി രൂപാന്തരം പ്രാപിക്കും. അതുകൊണ്ടാണ് ഈ വൃദ്ധൻ ഇങ്ങനെ ഒരു രൂപത്തിലേക്ക് രൂപാന്തരം പ്രാപിച്ച്. സാറ ട്രാക്ടർ ഓടിച്ച് ആ വീടിന്റെ അടുത്തെത്തുന്നു. ശേഷം അവള് മുകളിലേക്ക് കയറി മാർക്കിനെ പിടിച്ച് താഴേക്ക് ഇറക്കി കൊണ്ടുവരുന്നു. താഴെ എത്തിയപ്പോൾ അവിടെ ഒരുപാട് ലൈറ്റുകൾ ഉണ്ടായിരുന്നു. ആ ലൈറ്റുകൾ കണ്ടപ്പോൾ മാർക്കിന്റെ സ്വഭാവത്തിൽ വ്യത്യാസം വരുന്നു. അവനിപ്പോൾ ലൈറ്റ് പറ്റുന്നില്ല. അങ്ങനെ അവൻ അവിടെ ഉണ്ടായിരുന്ന ലൈറ്റുകളെല്ലാം തല്ലിപ്പൊളിക്കുന്നു. അതെ, മാർക്ക് ഇപ്പോൾ ആ ജീവിയിൽ നിന്ന് മുറിവേറ്റിട്ടുള്ള, ആക്രമണം ഏറ്റിട്ടുള്ള മാർക്ക് ഇപ്പോൾ ഒരു വാമ്പയറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവനിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി സാറ അടുത്തുള്ള റൂമിലേക്ക് ഓടിപ്പോകുന്നു. അവൾ അവിടെയുള്ള സ്വിച്ച് ഓൺ ചെയ്യുന്നു. ഈ സമയത്ത് ലൈറ്റ് ഓൺ ആവുന്നു. ഇതേ സമയം അവളെ ആക്രമിക്കുന്നതിന് വേണ്ടി പിന്നാലെ വന്ന മാർക്ക് ആ ലൈറ്റ് ഡയറക്റ്റായി അവൻ്റെ ശരീരത്തിലേക്ക് തട്ടിയപ്പോൾ അവൻ കത്തിക്കരിഞ്ഞു പോകുന്നു. മാർക്കിന്റെ ആക്രമണത്തിൽപ്പെട്ട് സാറയുടെ വിരലിന് മുറിവേറ്റിട്ടുണ്ട്. അങ്ങനെ അവൾ ആ മുറിവേറ്റ വിരൽ ഒരു ഉളി കൊണ്ട് വെട്ടിക്കളയുന്നു. ശേഷം അവൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ ആ വാമ്പയർ അവളെ പിന്തുടർന്നു വരുന്നു. ഈ ഒരു സമയത്ത് അവൾ അവിടെ ഒരു പെട്രോൾ നിറച്ചു വെച്ചിരിക്കുന്ന ഒരു ക്യാൻ കാണുന്നു. അതിൽ നിന്ന് അവൾ പെട്രോൾ എടുത്ത് താഴെ ഒഴിച്ചതിന് ശേഷം അവളുടെ കയ്യിലുള്ള റാന്തൽ ചെറുതായി അണയ്ക്കുന്നു. ഈ ഒരു സമയത്ത് അവൾ ആക്രമിക്കുന്നതിന് വേണ്ടി ആ വാമ്പയർ പിന്നാലെ വരുന്നു. അങ്ങനെ അവൾ ആ റാന്തൽ പെട്രോളിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ തീ കത്തുന്നു. ആ വാമ്പയറിൻ്റെ ശരീരത്തിലേക്ക് തീ കത്തുന്നു. ശേഷം ആ വാമ്പയർ അടുത്തുള്ള വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും ആ വാമ്പയർ സാറയെ ആക്രമിക്കുന്നതിന് വേണ്ടി വരുന്നു. ആ വാമ്പയർ അവളെ ആക്രമിക്കുന്നതിന് വേണ്ടി അവളുടെ ശരീരത്തിലേക്ക് ചാടുന്നു. അങ്ങനെ സാറ ഒരു മൂർച്ചേറിയ ആയുധം എടുത്ത്, അവിടെ നിന്ന് കിട്ടിയ ഒരു ആയുധം എടുത്ത് വാമ്പയറിൻ്റെ ഹൃദയത്തിലേക്ക് കുത്തുന്നു. അങ്ങനെ ആ വാമ്പയർ തട്ടിപ്പോകുന്നു. ആ വാമ്പയർ നശിച്ചു പോകുന്നു. ശേഷം സാറ ആ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു പോരുന്നു. ഈ ചിത്രം ഇവിടെ അവസാനിക്കുന്നു. ഹേ ഗായ്സ്, ദിസ് ഈസ് ത്രില്ലേഴ്സ് മൂവി റീക്യാപ്സ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, ഈ സിനിമയുടെ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി, മറ്റൊരു സിനിമയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.